എന്തെങ്കിലും ദുനിയാവിലൊരു കാരണം വെച്ചിട്ട് അതിന്റെ പേരിൽ ശിർക്കിനെ താങ്ങി നിൽക്കുകയാണ്. മൗലവി നമുക്ക് ആ വിശ്വാസം ഉണ്ടായിട്ടല്ല, പക്ഷെ വല്യമ്മാനെ തെറ്റിക്കണ്ടല്ലോ, അതുകൊണ്ട് 7 തന്നെ നടത്തണം എന്നില്ലല്ലോ, 10 കഴിഞ്ഞിട്ട് നടത്തിയാലും മതിയല്ലോ. അതാണ് ശിർക്കിന്റെ തുടക്കം. അതാണ് നമ്മുടെ വീട്ടിലുള്ളത്. നമ്മുടെ വീട്ടിൽ ആരും മുഹറം 1 മുതൽ 10 വരെ കല്യാണത്തിന് പോകേണ്ട തീരുമാനിക്കില്ല. പിന്നെ എന്താ തീരുമാനിക്കുള്ളൂ? ഡേറ്റ് തീരുമാനിക്കുമ്പോൾ മുഹറം 4 ആണെങ്കിൽ അതിന് ഏതെങ്കിലും ആൾ വന്നിട്ട് പറയും 4 തന്നെ ഇപ്പൊ നടത്തണം എന്നില്ലല്ലോ, അത് കഴിഞ്ഞിട്ടും ദിവസം ഉണ്ടല്ലോ, ആൾക്കാരും കൂടി നോക്കണല്ലോ, നമ്മൾ വെറുതെ നടത്തിയാണ്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ. ഇതുണ്ടോ? ഇതുണ്ടോ? നമ്മൾ രണ്ടാമത് കലിമ ചൊല്ലേണ്ട വിശ്വാസ രാഹിത്യത്തിലേക്ക് നമ്മുടെ കുടുംബം മാറി. ഓരോരുത്തരും ആലോചിക്കുക, വീടിന്റെ ഉദ്ഘാടനവും വീടിന്റെ കയറി താമസവും കടയുടെ ഉദ്ഘാടനവും പെൺകുട്ടിന്റെ പ്രസവത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരലും എന്തൊക്കെയാ പറയല്ലോ ഉമ്മാര്. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിനി, പിന്നെ ഇനിയിപ്പം അന്ന് കൊണ്ടുവരണ്ട. ഓരോ പേർക്കാർക്കും ചില ഇഷ്ടങ്ങളുണ്ടല്ലോ. അന്ധവിശ്വാസത്തിന് അവനവന്റെ കുടുംബത്തെ വിട്ടുകൊടുത്തിട്ട് നാവ് കൊണ്ട് ന്യായീകരിക്കേ. എവിടുന്ന നമ്മൾ പഠിച്ചത്? എപ്പോൾ മുതലാണ് നമ്മൾ മാറിയത്? അവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മതത്തിൽ അള്ളാഹു ചില ദിവസങ്ങൾക്കും സന്ദർഭങ്ങൾക്കും മാസങ്ങൾക്കുമൊക്കെ ചില സവിശേഷതകളൊക്കെ ഇസ്ലാമികമായിട്ട് നൽകിയിട്ടുണ്ട്. ലോകത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും അള്ളാഹു സൃഷ്ടിച്ചതാണ്. പക്ഷേ ആ സ്ഥലങ്ങളിൽ മക്കക്കും മദീനത്തിനും അള്ളാഹു സവിശേഷത കൂടുതലായി നൽകിയിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽപ്പെട്ടതാണ്. പക്ഷേ ആ ദിവസങ്ങളിൽ മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതൽ ജുമഅ ദിവസത്തിന് അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. എല്ലാ മലക്കുകളും അള്ളാഹുവിനെ അനുസരിക്കുന്നവർ തന്നെയാണ്. എന്നാൽ അതിൽ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹു മറ്റുള്ളവരെക്കാൾ കൂടുതൽ പദവിയും ശ്രേഷ്ഠതയും നൽകിയിട്ടുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ ഒരു തർത്തീബാണ്. അള്ളാഹു നിയമിക്കുന്ന, അള്ളാഹു നൽകുന്ന ചില സവിശേഷതകളാണ്. അതിൽപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഹറം മാസവുമായി ബന്ധപ്പെട്ട കാര്യവും. ഒരുപാട് വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്ത നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹറവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തിനിടയിൽ 2 തരത്തിലുള്ള ചിന്താധാരകളുണ്ട്. ആ 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായ കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മുഹറവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ ആദ്യം അറിയുകയും അത് മനസ്സിൽ രൂഢമൂലമാക്കുകയും ചെയ്യുക എന്നത് പ്രധാനമാണ്. അതിൽ ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം സൃഷ്ടിച്ചതിന് ശേഷം ഈ ലോകത്തിൻ്റെ ക്രമമായി അള്ളാഹു 12 മാസത്തെ അള്ളാഹു നിശ്ചയിച്ചു. ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അള്ളാഹു നിർണയിച്ചതാണ് 12 മാസം. മനുഷ്യന്മാർ കൂടിയിരുന്ന് തീരുമാനിച്ചതല്ല. നമ്മൾക്ക് ആദ്യം അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാകണം. 12 മാസം എന്നത് അള്ളാഹ് നിശ്ചയിച്ചതാണ്. ആ 12 മാസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മിൻഹാ അർബഅത്ത് ഹുറും, 4 മാസത്തെ അള്ളാഹു ഈ 12 എണ്ണത്തിൽ പ്രത്യേകമായി പവിത്രതയുള്ളതാക്കി വെച്ചു. 4 മാസത്തെ 12 എണ്ണത്തിൽ അള്ളാഹു പ്രത്യേകമായി പവിത്രതയുള്ളതാക്കി വെച്ചു. സ്വാഭാവികമായി ആ 4 മാസങ്ങൾ ഏതാണ്? കാരണം എല്ലാ മാസവും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രിയപ്പെട്ടത് തന്നെയാണ്. എന്നാൽ 4 മാസം മറ്റുള്ളവയിൽ നിന്നെല്ലാം അള്ളാഹുവിന് കൂടുതൽ പ്രിയപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ ചോദിച്ചു, നബിയെ ഏതാണ് ഈ 4 മാസം? പ്രവാചകൻ പറഞ്ഞു, സലാസുൻ മുത്തവാലിയാത്ത്. സഹാബാക്കളോട് പറഞ്ഞു 3 മാസങ്ങൾ തുടർച്ചയായി വരുന്നതാണ്. റസൂൽ തന്നെയാണ് ദുൽഖഅദ്, ദുൽഹിജ്ജ വ മുഹറം. ദുൽഖഅദും ദുൽഹിജ്ജയും മുഹറവുമാണ് അടുത്തടുത്ത് വരുന്ന 3 മാസങ്ങൾ. വ റജബ് അല്ലദീ ബൈന ജമാദ് വ ശഅബാൻ. എന്നാൽ റജബ്, ജമാദുൽ ആഖിറിൻ്റെയും റജബിൻ്റെയും ശഅബാനിൻ്റെയും ഇടയിൽ വരുന്ന റജബാണ് 4ാമത്തെ മാസം. സഹോദരങ്ങളെ, 4 മാസങ്ങളെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. അതിൽ ഒന്നാണ് നമ്മളിപ്പോൾ ജുമഅക്ക് കൂടിയിട്ടുള്ള അറബി മാസത്തിലെ മുഹറം മാസം. പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഒരു മാസത്തെ പൂർണ്ണമായും പവിത്രതയുള്ളതാണ് എന്ന് പറഞ്ഞ മാസത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് പ്രകാരം പ്രവാചകനോട് ചോദിക്കാൻ യസ്അലൂനക അനി ഷഹ്രിൽ ഹറാം, അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളെക്കുറിച്ചും ആ മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ചും എന്താണ് എന്ന് പ്രവാചകരെ താങ്കളോട് പല സഹാബാക്കളും ചോദിക്കാറില്ലേ? അവരോട് താങ്കൾ പറഞ്ഞു കൊടുക്കുക. ഖുൽ ഖിതാലുൻ ഫീഹി കബീർ, അള്ളാഹ് പവിത്രമാക്കിയ ഈ 4 മാസങ്ങളിൽ അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യുക എന്നത് മതപരമായി ഗുരുതരമായ തെറ്റും ഇസ്ലാമിക വിരുദ്ധവുമായ കാര്യമാണ്. 4 മാസങ്ങളിൽ ഇസ്ലാമിൽ യുദ്ധം നിരോധിച്ച മാസമാണ്. എന്നാൽ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുകയും പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ട് വീണ്ടും വീണ്ടും ആക്രമിക്കുകയും ചെയ്താൽ അത് മറ്റൊരു വശമാണ്. പക്ഷേ അങ്ങോട്ടൊരു യുദ്ധം പോയി ചെയ്യുകയോ എന്തെങ്കിലും ഒരു കരാർ എഴുതുമ്പോൾ യുദ്ധം നടക്കുവാനുള്ള മാസമായി ഈ 4 മാസത്തെ എഴുതുകയോ ഇസ്ലാമികമായി പാടുള്ളതല്ല. അപ്രകാരവും അള്ളാഹു സംരക്ഷിച്ച പവിത്രമാക്കിയ മാസങ്ങളിൽ ഒന്നാണ് പരിശുദ്ധമായ മുഹറം മാസം എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് കൂടിയിരിക്കുമ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ നബിനോടൊരു കാര്യം ചോദിച്ചു. സഅൽതു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിനോടൊരു കാര്യം ചോദിച്ചു. നബിയെ, പ്രധാനപ്പെട്ടൊരു ചോദ്യം കേട്ടോ. അയ്യു ലൈലൻ ഖൈറുൻ വ അയ്യു ശഹ്രിൻ അഫ്ളൽ. നബിയെ, രാത്രിയിലെ നിസ്കാരം നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. രാത്രി നമസ്കാരത്തിൽ ഏറ്റവും ഉത്തമമായ സമയം ഏതാണ്? രാത്രി നമസ്കാരത്തിൽ ഏറ്റവും ഉത്തമമായ സമയം ഏതാണ്? രണ്ടാമത്തെ നബിയെ, വ അയ്യു ശഹ്രിൻ അഫ്ളൽ, പ്രവാചകരെ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ മാസവും ഏതാണ്? പ്രവാചകന്റെ മറുപടി ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ ലൈൽ ജൗഫുഹു, രാത്രിയിൽ അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിന്ന് സുബഹി വരെയുള്ള ആ സമയമുണ്ടല്ലോ, 1/3 എന്നൊക്കെ പറയുന്ന ആ സമയമാണ് രാത്രി ഏറ്റവും അള്ളാഹുവിന് പ്രിയപ്പെട്ടത്. വഅഫ്ളലു അശ്ഹുരിൻ ശഹ്റുല്ലാഹില്ലദീ തദ്ഊനഹു മുഹറം, റമദാൻ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ മാസം അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസമാണ്. പ്രവാചകൻ പറഞ്ഞു സഹാബാക്ക് കൊടുക്കാൻ, സഹാബാക്കളെ 4 മാസം പവിത്രമാണ്, 4 മാസം യുദ്ധം നിരോധിച്ച മാസമാണ്. ആ മാസങ്ങളിൽ പോലും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമായി പ്രവാചകൻ സഹാബാക്കൾക്ക് പഠിപ്പിച്ചത് മുഹറം മാസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറമിനെ ചേർത്ത് വിളിച്ചത് എങ്ങനെ അറിയോ? ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് മുഹറം എന്നുള്ളത്. ആ ഹദീസിൻ്റെ ശറഹിൽ പണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നതായി കാണാം. വഖദ് സുമ്മിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് വിളിച്ചു അൽ മുഹറം, മുഹറമിനെ ഷഹ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാസം. വ അളാഫത്തുഹു ഇലല്ലാഹ്, ആ മാസത്തെ അള്ളാഹുവിലേക്ക് ചേർത്തു. തദുല്ലു അലാ ശറഫിഹി വ ഫളിഹി, അതിൻ്റെ അർത്ഥം അള്ളാഹിൻ്റെ പേരിനോട് ഒരു മാസത്തെ നബി ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത്രയും ശ്രേഷ്ഠതയും പവിത്രതയുമാണ് ആ മാസത്തിന് എന്നതാണ്. എന്നിട്ട് അടുത്ത വാക്ക് എന്താ അറിയോ? ലാ യുളീഫു ഇലൈഹി ഇല്ലാ ഖവാസുൻ മഖ്ലൂഖാതിഹി, അല്ലാഹ് ഒരിക്കലും അള്ളാഹുവിൻ്റെ പേരിൻ്റെ കൂടെ മറ്റൊരു മഖ്ലൂക്കിനെയും ചേർക്കാറില്ല, അള്ളാഹിൻ്റെ ഒരു സൃഷ്ടിയെയും ചേർക്കാറില്ല. അതിൻ്റെ സവിശേഷത അത്രമാത്രമില്ലെങ്കിൽ ഏതുപോലെ അള്ളതിൻ്റെ മുന്നിൽ ചേർത്തത് ഏതാണോ? കമാ നസബ മുഹമ്മദൻ വ ഇബ്രാഹിം വ ഇസ്ഹാഖ് വ യാക്കൂബ്, അമ്പിയാക്കന്മാരുടെ പേരിൽ മുഹമ്മദ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രവാചകന്മാരുടെ പേര് അള്ളാഹുവിൻ്റെ പേരിനോട് അള്ളാഹ് ചേർത്തു. കാരണം അവർ ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടരാണ്. അതുപോലെ അള്ളാഹു മാസത്തിൻ്റെ പേരുകളിൽ മുഹറമിനെയാണ് അള്ളാഹിൻ്റെ പേരിനോട് ചേർത്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ മദീനത്തേക്ക് വരികയാണ്. മദീനയിലേക്ക് വരുന്ന സമയത്ത് ജൂതമതക്കാർ അവർ മുഹറം 10-ൻ്റെ അന്ന്, മുഹറം 9-ൻ്റെ അന്ന് അവർ നോമ്പ് നോൽക്കുകയാണ് സ്വാഭാവികമായി. അപ്പോൾ നോമ്പ് നോൽക്കുന്നത് 9-10 ദിവസങ്ങളൊക്കെ നോമ്പ് നോൽക്കുമ്പം അവരോട് ചോദിക്കാൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ മുഹറം മാസത്തിൽ നോമ്പ് നോൽക്കുന്നത്? അപ്പോൾ ജൂതന്മാർ പറഞ്ഞു, മുഹറം മാസം എന്ന് പറയുന്നത് ബനൂ ഇസ്രായേല്യരായ ഞങ്ങളുടെ സമുദായത്തെ ഫിർഔനിൻ്റെ കിരാതമായ പ്രവർത്തനത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ മാസമായതുകൊണ്ട് ആ മാസത്തിൽ ഞങ്ങൾ നോമ്പ് നോൽക്കുന്നു. അള്ളാഹുവിൻ്റെ വഹയി കിട്ടി പ്രവാചകന്. ആ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ വാക്കെന്താ അറിയോ? ഫഅന അഹഖു ബിമൂസാ മിൻകും, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ജൂതരെ നിങ്ങളെക്കാൾ കൂടുതൽ ബന്ധം മുസ്ലിമീങ്ങളായ ഞങ്ങൾക്കാണ്. ഫഅസ്വാമഹു വഅമറ ബിസിയാമിഹി ഫസ്വാമഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വർഷം പ്രവാചകൻ നോമ്പ് നോറ്റു. എന്നിട്ട് സഹാബാക്കളോട് പറഞ്ഞു, സഹാബാക്കളെ
മുഹറമിലെ നോമ്പ് നിങ്ങളും എടുക്കണം എന്ന് സഹാബാക്കളോടും ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങളോടുമായിട്ട് പ്രവാചകൻ കൽപ്പിച്ചു. എന്തേ കാരണം? മുഹറം മാസത്തിൽ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഒട്ടനേകം സംഭവങ്ങൾ നമ്മൾക്ക് കാണാം. പക്ഷെ പലതിനും പ്രാമാണികമായി സ്ഥിരതയില്ലാത്തത് കൊണ്ട് നമ്മൾക്ക് പൂർണ്ണമാക്കാൻ കഴിയില്ല. ഏകദേശം 1-2 കാര്യങ്ങളിൽ, ഒന്ന്, മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പർവ്വതത്തിൻ്റെ മുകളിൽ തൻ്റെ കപ്പലുമായി ഇറങ്ങിയത് മുഹറം മാസത്തിലാണ് എന്ന് സ്ഥിരപ്പെട്ടതായി കാണാം. ബാക്കി പലതും ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട്, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് പലതും കാണാമെങ്കിലും പ്രാമാണികമായി സ്ഥിരപ്പെടാത്തത് കൊണ്ട് നമ്മൾക്ക് പറയാവതല്ല. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഇസ്ലാമിൽ 2 പ്രധാനപ്പെട്ട നോമ്പുകൾ ഈ മാസത്തിൽ അള്ളാഹു നിശ്ചയിച്ചതെന്നത്. താസുആ, ആശൂറ. പ്രവാചകന്റെ വാക്കെന്താണ്? കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവൻ അള്ളാഹു പൊറുക്കുവാൻ വേണ്ടി അള്ളാഹ് നിശ്ചയിച്ചതാണ് മുഹറമിലെ 9-10 നോമ്പുകൾ. പ്രവാചകന്റെ വാക്കെന്തറിയോ? അഫ്ളലു സിയാം ബഅദ റമളാൻ. റമളാനിന് ശേഷം അള്ളാഹുവിൻ്റെ പക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് എന്ന് പറയുന്നത് ഷഹറുല്ലാഹി മുഹറം, മുഹറം മാസത്തിലെ നോമ്പാണ്. പറഞ്ഞത് ഇസ്ലാമികമായി മുഹറം മാസം എന്നത് പൂർണ്ണമായും പവിത്രതയുള്ള ശ്രേഷ്ഠകരമായ അള്ളാഹുവിൻ്റെ പേരിനോട് ചേർത്ത് വെച്ച, ഇസ്ലാമികമായി റമളാനിന് ശേഷം ഏറ്റവും കൂടുതൽ പുണ്യം ലഭിക്കുന്ന 2 നോമ്പുകൾ നിശ്ചയിച്ചു വെച്ച, അള്ളാഹു യുദ്ധം നിരോധിച്ച പവിത്രമായ മാസമാണ് മുഹറം. ഒന്നുകൂടി പറയാൻ, ഇസ്ലാമിക കലണ്ടറിലെ ആദ്യത്തെ മാസമാണ് മുഹറം. എങ്ങനെ അത് വന്നു എന്നത് പിന്നീട് നമ്മൾക്ക് പറയാം. മുഹറമാണ് ഇസ്ലാമികമായ കലണ്ടർ തയ്യാറാക്കി പിന്നീട് ഏത് മാസം കൊണ്ട് തുടങ്ങണം എന്ന് ചർച്ച വന്നു. പല മാസങ്ങളുടെയും ശ്രേഷ്ഠതകൾ വന്നു. റമളാൻ വന്നു, ദുൽഹിജ്ജ വന്നു, കാരണങ്ങൾ പലതും ഉണ്ടായിരുന്നു. അവസാനം സഹാബാക്കൾ ഏകോപിച്ചത് ഇസ്ലാമിക കലണ്ടറിലെ ആദ്യത്തെ മാസം മുഹറം കൊണ്ട് തുടങ്ങണമെന്നാണ്. അതുകൊണ്ടാണ് ഇന്നല്ലാഹ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഫ്തതഹ സനതു ബിശഹ്രിൻ ഹറാം, മുഹറം പവിത്രമായ മാസം കൊണ്ടാണ് ഒരു വർഷത്തെ അള്ളാഹു തുടങ്ങിയത്. ഇസ്ലാമിക കലണ്ടറിലെ ആദ്യത്തെ മാസമായി തെരഞ്ഞെടുത്തത് ഇസ്ലാമികമായി അള്ളാഹുവിൻ്റെ മാസമായ മുഹറമിനെയാണ്. ഐ അൽ മുഹറം, മുഹറം മാസത്തെയാണ് തെരഞ്ഞെടുത്തത്. സഹോദരൻ, ഇതാണ് ഇസ്ലാമികമായി മുഹറം മാസത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. എന്നാൽ ഈ സവിശേഷതയാർന്ന മുഹറമിനെ കുറിച്ച് നമ്മുടെ നാടുകൾ മുമ്പുണ്ടായിരുന്നു. ഇന്ന് ആളുകൾക്ക് ഒന്നുകൂടി വിജ്ഞാനവും വിവരവും കൂടി എന്ന് വരുമ്പോൾ സ്വാഭാവികമായി മാറ്റമുണ്ടാകുന്നതിന് പകരം സോഷ്യൽ മീഡിയകൾ വഴി പോലും അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. മുഹറം മാസത്തെ പറ്റി നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ വിശ്വാസം തടസ്സങ്ങളെ, മുഹറം മാസം എന്ന് പറയുന്നതിലെ പ്രധാനപ്പെട്ട ചില ദിവസങ്ങളെ ആളുകൾ മനസ്സിലാക്കുന്നത് ദുശകുനാണ്, അപശകുനാണ്, മോശപ്പെട്ട ദിവസമാണ്, നല്ല കാര്യം ചെയ്യാൻ പറ്റാത്ത ദിവസമാണ്, ചെയ്താൽ വല്ലതും കുരുത്തക്കേട് സംഭവിക്കുന്ന ദിവസമാണ്. എന്തൊരു അത്ഭുതം അറിയോ! കല്യാണങ്ങൾ നടത്തൂല. നിങ്ങൾ നോക്കി ഓഡിറ്റോറിയങ്ങളുടെ മുതലാളിമാരോട് ചോദിച്ചു നോക്കൊണ്ടി, മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ മുസ്ലിം കല്യാണങ്ങൾ വരൂല. ആദ്യം അറിയാതെ ബുക്ക് ചെയ്തത് അവർ ഡേറ്റ് മാറ്റും. അറിയാതെയാണ് മുഹറമിൽ ബുക്ക് ചെയ്തത്, ഡേറ്റ് മാറ്റി തന്നെ എന്നാ ഒഴിവ്. പിന്നെ ശനി ഞായറും കൂടി നോക്കൂല. മുഹറമിൽ ഏതെങ്കിലും ഒരു ശനിയോ ഞായറോ 4 മാസം മുന്നേ ബുക്ക് ചെയ്തത് പിന്നെ മുഹറം 1 മുതൽ 10 വരെൻ്റെ ഇടക്കാണ് ആ ദിവസം എന്ന് അറിഞ്ഞിട്ട് പിന്നെ മാറ്റുമ്പം ഓഡിറ്റോറിയത്തിൻ്റെ ആൾ വന്ന് പറയാൻ, ഇനിയൊരു 2 മാസത്തേക്ക് ശനി ഞായറും ഇല്ലട്ടോ, സാറില്ല, ശനി ഞായറും വേണമെന്നില്ല, അത് ബുധനാഴ്ച ആണെങ്കിൽ വ്യാഴാഴ്ച ആണെങ്കിൽ കുഴപ്പമില്ല, ഉള്ള ആൾ മതി. എന്തേ കാരണം? മുഹറം 1 മുതൽ 10 വരെ കല്യാണം പാടില്ല, സൽക്കാരം പാടില്ല, കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ല, പ്രസവത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല, ഗൾഫിക്ക് പോകാൻ പാടില്ല, കടയുദ്ഘാടനം പാടില്ല, വീട് നിർമ്മാണം തുടങ്ങാൻ പാടില്ല, ഒരു കുട്ടിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പുറത്തു പോയി ചേരാൻ പാടില്ല. മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസമാണ്, കെലിമ ചൊല്ലിയവരുടെ വിശ്വാസമാണ്. സഹോദരങ്ങളെ, എന്തതിൻ്റെ അബദ്ധം നിങ്ങൾക്കറിയോ? അള്ളാഹു പറയതിൻ്റെ ഗൗരവാട്ടോ. അള്ളാഹ് ഖുർആനിൽ പറയാ 1 മാസം മുഴുവൻ പവിത്രാണ്. നമ്മുടെ നാട്ടിലത്തെ പുരോഹിതന്മാർ പറയാ ഖുർആൻ പറഞ്ഞത് തെറ്റാണ്, അതിൽ 1 മുതൽ 10 വരെ ദുശകുനാണ്, നഹ്സിന്റെ മാസമാണ്. 11 മുതൽ ബാക്കിയുള്ള ദിവസമേ നല്ലതുള്ളൂ. ആദ്യത്തെ 1 മുതൽ 10 വരെ ശുദ്ധമാണ് എന്ന് ഖുർആൻ പറഞ്ഞ ആയത്ത് തെറ്റാണെന്ന് പഠിപ്പിക്കുക. അള്ളാഹിന്റെ പ്രവാചകൻ പറയാണ്
അള്ളാഹുവിന് പ്രിയപ്പെട്ട മാസമാണ് മുഹറം. അഥവാ മുഹറം 1 മുതൽ മുഹറം അവസാനം വരെ അള്ളാഹു പവിത്രമാക്കി. നമ്മുടെ നാട്ടിൽ യൂട്യൂബിലൂടെ വന്നിട്ടും അങ്ങാടി കൂടി പ്രസംഗിക്കുക. എന്തെന്നറിയോ? അള്ളാഹുവും പ്രവാചകനും പവിത്രാക്കി എന്ന് പറഞ്ഞോട്ടെ, പക്ഷേ 1 മുതൽ 10 വരെ പവിത്രല്ല. അത് നെഹ്സാണ്, അത് ദുശകുനാണ്, അത് അപശകുനാണ്, അത് മോശപ്പെട്ട ദിവസമാണ്. 11 മുതൽ ബാക്കി അങ്ങോട്ടുള്ള ദിവസം നല്ലതാന്ന് പറഞ്ഞോളിൻ. അള്ളാഹ്ക്ക് തെറ്റുപറ്റി, ഖുർആന് തെറ്റുപറ്റി, റസൂലുള്ളാഹിക്ക് തെറ്റുപറ്റി, എന്നിട്ടൊരു പുതിയ മതം ഉണ്ടാക്കുക. ആ മതത്തിൻ്റെ മുകളിൽ നമ്മുടെ സാധാരണക്കാരായ മനുഷ്യരെ കൊണ്ടുപോയിരുത്തുക. നമ്മളെ ഇത് നമ്മൾ കരുതുക എന്താ അറിയോ? നമ്മൾ കരുതുക ഇതൊന്നും നമ്മളെ വീട്ടിലില്ല എന്നാണ്. ഇവിടെ ഇരിക്കണ ഞാനടക്കം എന്താ അറിയോ? നമ്മളെ വീട്ടിലില്ല. നമ്മളെ വീട്ടിലത്തെ അവസ്ഥ എന്താ അറിയോ? വായോണ്ട് പറയില്ല, മനസ്സുകൊണ്ട് പേടിച്ച് നിൽക്കുകയാണ്. എന്താ പേടിച്ചിരിക്കണറിയോ? എനിക്ക് പരിചയമുള്ള എത്രയോ സംഭവങ്ങളുണ്ട്, എത്രയോ സംഭവങ്ങൾ. വീട് പണി നടത്തി ഏകദേശം പെട്ടെന്ന് എനിക്കറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞത്, എവിടെയും ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മാണം പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറി താമസിക്കണം എന്ന വീട്ടുകാരുടെ നിർബന്ധവും അദ്ദേഹത്തിൻ്റെ ആവശ്യമൊക്കെ പരിഗണിച്ച് അദ്ദേഹം ചേട്ടൻ്റെയും ബാക്കിയുള്ളവരുടെയും ഗൾഫത്തെ സുഹൃത്തുക്കളേക്ക് കടം വാങ്ങി വീട് പണി പെട്ടെന്ന് പൂർത്തിയാക്കി. അപ്പം എല്ലാവരോടും പറഞ്ഞു, എന്താ മൗലവി ഇൻഷാ അല്ലാഹ് വീട് പണിക്ക് ഏകദേശം തീരുമാനമായി, അടുത്ത മാസം ആകണം, വീട് കൂടൽ നടത്തണം എന്നാണ് വിചാരിക്കണേ, ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ വരൂലേ? ഇൻഷാ അല്ലാഹ് വരാമെന്ന് പറഞ്ഞു. വീട് പണി കഴിഞ്ഞു, സന്തോഷമായി. വീട് കൂടൽ എന്നാന്ന് പറഞ്ഞു, ഏകദേശം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ട് പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു, മൗലവി എന്താ ഒരു മാസത്തേക്ക് ഒരു 10-15 ദിവസം കൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കണ്. ചോദിച്ചാൽ എന്തേ? ഒന്നുമില്ല, വല്യമ്മ പറഞ്ഞു നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം നോക്കിയത് മുഹറം 7-നായിട്ടാണ് വരിക. അപ്പം നമുക്കങ്ങനെ വിശ്വാസമല്ല, കാരണം നമ്മൾ തൗഹീദിൻ്റെ ആൾക്കാരാണ്, ഖൈറും ശർറും അള്ളാൻ്റെ ഒക്കെ എന്നാണ്. എന്നാലും നമ്മൾ വരുന്നോലും കൂടി പരിഗണിക്കണ്ടേ? അതാണ് ശിർക്കിൻ്റെ തുടക്കം. വരുന്നോലും കൂടി പരിഗണിക്കണ്ടേ എന്ന് പറഞ്ഞ് അന്ധവിശ്വാസത്തിന് ഡേറ്റ് വെക്കലാണ് ശിർക്ക് പൂർണ്ണമായും പോയിട്ടില്ല എന്നതിൻ്റെ അടയാളം. ആരും സവങ്ങളെ ഞങ്ങൾ ശിർക്കിലാണ്, ഞങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്ന കെട്ടണോലും ഊതുണോലും അല്ല. പിന്നെ എന്തെങ്കിലും ദുനിയാവിലൊരു കാരണം വെച്ചിട്ട് അതിൻ്റെ പേരിൽ ശിർക്കിനെ താങ്ങി നിൽക്കുകയാണ്. മൗലവി ഞമ്മക്ക് ആ വിശ്വാസം ഉണ്ടായിട്ടല്ല, പക്ഷെ വല്യമ്മാനെ തെറ്റിക്കണ്ടല്ലോ, അതുകൊണ്ട് 7-ന് നടത്തണം എന്നില്ലല്ലോ, 10 കഴിഞ്ഞിട്ട് നടത്തിയാലും മതിയല്ലോ. അതാണ് ശിർക്കിന്റെ തുടക്കം. അതാണ് നമ്മളെ വീട്ടിലുള്ളത്. നമ്മളെ വീട്ടിൽ ആരും മുഹറം 1 മുതൽ 10 വരെ കല്യാണത്തിന് പോകണ്ട തീരുമാനിക്കൂല. പിന്നെന്താ തീരുമാനിക്കുള്ളറിയോ? ഡേറ്റ് തീരുമാനിക്കുമ്പം മുഹറം 4 ആണെങ്കിൽ അതിന് ഏതെങ്കിലും ആൾ വന്നിട്ട് പറയും 4 തന്നെ ഇപ്പം നടത്തണം എന്നില്ലല്ലോ, അത് കഴിഞ്ഞിട്ടും ദിവസം ഉണ്ടല്ലോ, ആൾക്കാരും കൂടി നോക്കണമല്ലോ, നമ്മൾ വെറുതെ നടത്തിയാണ്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ. ഇതുണ്ടോ? നമ്മൾ രണ്ടാമത് കലിമ ചൊല്ലേണ്ട വിശ്വാസ രാഹിത്യത്തിലേക്ക് നമ്മുടെ കുടുംബം മാറി. ഓരോരുത്തരാലേക്ക വീടിൻ്റെ ഉദ്ഘാടനവും വീടിൻ്റെ കയറിത്താമസവും കടയുടെ ഉദ്ഘാടനവും പെൺകുട്ടിനെ പ്രസവത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരലും എന്തൊക്കെയാ പറയല്ലോ ഉമ്മാർ. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിനി, പിന്നെ ഇനിയിപ്പം അന്ന് കൊണ്ടുവരണ്ട. ഓല പെരക്കാർക്കും ചില ഇഷ്ടങ്ങളുണ്ടല്ലോ. അന്ധവിശ്വാസത്തിന് അവനവൻ്റെ കുടുംബത്തെ വിട്ടുകൊടുത്തിട്ട് നാവ് കൊണ്ട് ന്യായീകരിക്കേ. എവിടുന്നാണ് നമ്മൾ പഠിച്ചത്? എപ്പോൾ മുതലാണ് നമ്മളിത് മാറിയത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടായി ഗൗരവത്തെ പറഞ്ഞറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്ത് ഇതേ അന്ധവിശ്വാസം ഉണ്ടായപ്പോൾ നബി എന്ത് ചെയ്തു? അതാണല്ലോ ഇപ്പം നമ്മൾ ചെയ്യണ്ടേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഇതേ അന്ധവിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ മാസം വേറെ ആയിരുന്നു. ഏതാ മാസം എന്നറിയോ? സഫർ മാസം. സഫർ മാസത്തെ പറ്റി മക്കയിലുള്ള അബൂജഹൽ അടക്കമുള്ള ടീമിൻ്റെ വിശ്വാസം തന്നെ അറിയോ? സഫർ മാസത്തിലെ ഏതാനും ചില ദിവസങ്ങൾ മോശപ്പെട്ടതായിരുന്നു. കല്യാണം പറ്റൂല, സൽക്കാരം പറ്റൂല, ഉദ്ഘാടനം പറ്റൂല, ദീർഘയാത്ര പറ്റൂല. എന്തേ നടത്തിയാൽ ആ ദിവസങ്ങളിൽ വല്ലതും നടത്തിയാൽ മറ്റുള്ള ദിവസങ്ങളെക്കാൾ കൂടുതൽ കുരുത്തക്കേടുണ്ടാകും, പ്രയാസം ഉണ്ടാകും, മുടങ്ങും, തകരും, നശിക്കും. ഇതായിരുന്നു വിശ്വാസം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് അവർ കടന്നു വന്നപ്പം പള്ളിക്ക് അങ്ങനെ ഒരുമിച്ച് കൂട്ടി, എല്ലാവരും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ അറിയോ? ലാ സഫറ ഫിൽ ഇസ്ലാം. നമ്മളതിൻ്റെ അർത്ഥം 5ാം ക്ലാസ് പഠിക്കണ അറബി പഠിക്കണ ഒരു കുട്ടിക്കറിയാം അതിൻ്റെ അർത്ഥം എന്താണ്. ലാ സഫറ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ സഫറു മാസമില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇതുവരെ 12 മാസമുള്ള ഇനി മുതൽ നിങ്ങൾക്ക് സഫർ മാസം ഇസ്ലാമിക കലണ്ടറിന് ഒഴിവായി എന്നാണ്. അല്ല, സഫർ മാസത്തെപ്പറ്റി നിങ്ങൾ വിശ്വസിക്കണ വിശ്വാസം ഉണ്ടല്ലോ, അത് കലിമത്തു തൗഹീദ് ഉച്ചരിച്ചവന്റെ വീട്ടിലോ ഞരമ്പിലോ മനസ്സിലോ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ അവൻ ഇസ്ലാമിക്ക് കടന്നു വരണ്ട.
ചില ദിവസം മോശാണ്, ചില ദിവസം പറ്റാത്തതാണ്, ചില ദിവസം യാത്രക്ക് തടസ്സമാണ്, ചില ദിവസം ഉദ്ഘാടനത്തിന് പ്രശ്നമാണ്, ചില ദിവസം വീട് കൂടലിന് പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ കെലിമ ചൊല്ലണ്ട, ഇറങ്ങിക്കോ പള്ളിന്ന്. അത് പറയണ്ടോല. നമ്മൾ കെട്ടിക്കൊണ്ടുവന്ന വീട്ടിലും കെട്ടിച്ച് പറഞ്ഞയച്ച വീട്ടിലും വീട്ടിൽ കൊണ്ടുവന്നോലും ഇങ്ങനെ വട്ടം കൂടിയിട്ട് ശിർക്കിനൊപ്പിച്ച് നമ്മുടെ നാവുകൊണ്ട് ഇങ്ങനെ ന്യായീകരിക്കുക. അന്നെന്നെ കൂടണമെന്നില്ലല്ലോ, അന്നെന്നെ ഉദ്ഘാടനം ആകണമെന്നില്ലല്ലോ, അന്നെങ്ങാനും ഞോളെ കൂട്ടിക്കൊണ്ടിട്ട് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അവിടുത്തെ അമ്മായിമ്മ പറയും ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ, പിന്നെ അത് കേൾക്കേണ്ടി വരും. ഇതൊക്കെ സഹോദരങ്ങളെ ശൈത്താൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ. നിങ്ങളുടെ ഇസ്ലാം പ്രവാചകൻ പറഞ്ഞ വാക്കെന്താ അറിയോ? ലാ അദ്വാ വലാ തീറത വലാ ഹാമത വലാ സഫറ ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ പക്ഷികളെ പറത്തിയിട്ട് നല്ല ദിവസം ചീത്ത ദിവസം എന്ന് തീരുമാനിക്കുന്നതോ, എല്ലുകളിൽ നിന്ന് വീണ്ടും ശൈത്വാനിയത്തുമായി രോഗവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളോ, അള്ളാഹു അല്ലാത്തവർക്ക് ജീവിതത്തിൽ ഖൈറും ഷർറും വരുത്താൻ കഴിയുന്നുള്ള വിശ്വാസം, അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളോ ഒന്നുമില്ല. എന്നിട്ട് ഒറ്റ വാക്ക് കൊണ്ട് പ്രവാചകൻ തീരുമാനാക്കി. മുവഹിദുകളെ നെഞ്ചത്ത് തറക്കണ വാക്കാനെ പറഞ്ഞ് അത്തീറത്തു ശിർക്കുൻ, ലോകത്തേറ്റവും വലിയ കൊടിയ പാപമാണ്. നഹസിന്റെ അടിസ്ഥാനത്തിൽ, ചീത്ത ദിവസവും നല്ല ദിവസവും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ദിവസങ്ങളെ നല്ലത് എന്നോ ചീത്തത് എന്നോ, ചില സമയങ്ങളെ നല്ലതെന്നോ ചീത്തതെന്നോ വേർതിരിച്ച് മാറ്റി നിർത്തി പക്ഷിശാസ്ത്രം അതിൻ്റെ പേരിൽ കൊണ്ടുവന്ന്, നറുക്കെടുപ്പ് അതിൻ്റെ പേരിൽ കൊണ്ടുവന്ന്, പലതിൻ്റെയും ഭാഗ്യപരീക്ഷണങ്ങൾ അതിൻ്റെ പേരിൽ കൊണ്ടുവന്നിട്ട് അത്തീറത്ത് ഇസ്ലാമികമായി കൊടിയ ശിർക്കാണ്. അത് നമ്മുടെ നാട്ടിൽ കുട്ടികളിലടക്കം വരികയാണ്. മാറണം, ഉറപ്പായിട്ട് മാറണം. ഇത് നമ്മുടെ ഹൃദയത്തോട് ചോദിച്ചു നോക്കുക. നമ്മുടെ പെണ്ണുങ്ങളും നമ്മുടെ കുട്ടികളും എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ പറഞ്ഞ ഒരുവിധം ഖുത്ബ കേൾക്കുന്ന പുരുഷന്മാർ ആ വിഷയത്തിൽ കുറച്ചൊക്കെ ധീരമായ തീരുമാനം ഉണ്ടാവും. നമ്മുടെ ഭാര്യമാരും കുട്ടികളും കെട്ടിച്ചു കൊണ്ടുവന്ന വീട്ടിലെ നമ്മുടെ മരുമക്കളും ഇവിടെ നിന്ന് പറഞ്ഞയച്ച നമ്മുടെ പെൺകുട്ടികളും എവിടെയാണ് നിൽക്കുന്നത്? അവരിങ്ങോട്ട് പറയും നമ്മളിങ്ങനെ ഊട്ടിക്ക് പോകാൻ തീരുമാനിച്ചിനി, പക്ഷെ വേണ്ട 10 ഇങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്ന് പറയും. അങ്ങനെ ഒരു വാക്ക് നമ്മുടെ നാവൊന്ന് വരാൻ പാടില്ല, ഒരിക്കലും പാടില്ല. എന്തൊരു കാരണം എന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആന്റെ ആയത്തോതിയിട്ടാ പറഞ്ഞത്. പരിശുദ്ധ ഖുർആന്റെ ആയത്തോതിയിട്ട് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തുഹില്ലു ശആഇറല്ലാഹ്, അള്ളാഹിന്റെ അടയാളങ്ങളെ നിങ്ങൾ പരിഹസിക്കരുത്. വലാ ശഹറുൽ ഹറാം, അള്ളാഹ് പവിത്രമാക്കിയ മാസത്തെ നിങ്ങൾ അവഹേളിക്കരുത്. നിങ്ങൾക്കറിയോ, വീട്ടിൽ പോവുക ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയണത്, ഖുത്ബക്ക് വേണ്ടി പറയല്ല. വീട്ടിൽ പോവുക, വീട്ടിൽ പലയിടത്തും കിട്ടിയ കലണ്ടർ ഉണ്ടാവും, കലണ്ടറുകൾ എടുക്കിൻ, ശരിക്കും നോക്കിൻ നമ്മളെ വീട്ടിൽ ശിർക്കിന്റെ അടയാളം ഉണ്ടോ ഇല്ലേ എന്നില്ല നമുക്ക് തിരിച്ചറിയാം. കലണ്ടർ നോക്കുക, എന്നിട്ട് മുഹറം മാസം എടുക്കുക. മുഹറത്തിന്റെ ചില ഭാഗത്ത് കാണാം 1 മുതൽ 10 വരെ ദുശകുനം നഹസ് നേരിട്ടുണ്ടാവും. നമ്മുടെ നാടുകളിൽ വീടാന്തരം പാവപ്പെട്ട കുട്ടികളെ യത്തീംഖാനയുടെ പേരിൽ കൊടുത്തുവിട്ട് നമ്മളിൽ നിന്ന് കാശ് വാങ്ങുന്ന കലണ്ടറിന്റെ സൈഡിലുണ്ടാവും അള്ളാഹ് പവിത്രമാക്കിയ ദിവസം ദുശകുനമാണ് എന്ന് എഴുതി വെച്ച കലണ്ടർ നമ്മളെ വീട്ടിലുണ്ട്. അറിഞ്ഞിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കുക, നമ്മുടെ നിസ്കാരം അവിടെ ഉണ്ടാവും. ആ കലണ്ടറൊക്കെ തൂക്കിയിട്ടേ നമുക്ക് പ്രശ്നമില്ല. നമുക്ക് പിന്നെ എന്താ പ്രശ്നം? ഞാൻ ചോദിക്കാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ നാട്ടിൽ നമ്മുടെ ഉപ്പ മരിച്ച ദിവസം ഈ വീട്ടിൽ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിവസമാണ്. അന്ന് വീട്ടിൽ ഗാനമേള നടത്തുന്ന പറഞ്ഞാൽ നമ്മൾ ആ കലണ്ടർ എടുത്ത് എറിയില്ലേ? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പവിത്രമാണ്, നബി അള്ളാഹിന്റെ മാസമാണ്, നോമ്പ് ഇസ്ലാമികമായി പുണ്യമാക്കിയ ദിവസമാണ് എന്ന് പറഞ്ഞൊരു മാസത്തെ നമ്മുടെ വീട്ടിലെ കലണ്ടറിൽ എഴുതിയേക്കാണ്. അന്ന് മോശപ്പെട്ട ദിവസമാണ്, യാത്രക്ക് പറ്റാത്ത ദിവസമാണ്, ദുശകുനത്തിന്റെ ദിവസമാണ്. അള്ളാഹ് ശിർക്കാന്ന് പറഞ്ഞ സാധനം നമ്മുടെ വീട്ടിലെ കലണ്ടറിൽ അതുപോലെ അച്ചടിച്ച് വെച്ചിട്ട് അത് നല്ലതാന്ന് അച്ചടിച്ച് വെച്ചിട്ട് നമ്മൾ പറയാൻ കലണ്ടർ അല്ലേ? നമ്മൾ ആരെയും കുറ്റപ്പെടുത്തല്ല. പക്ഷെ വിശ്വാസം കറക്റ്റ് ആകണമെങ്കിൽ നമ്മൾ ശിർക്കിന്റെ കണിക ജീവിതത്തിൽ ഒഴിവാക്കണം. അഡ്ജസ്റ്റ് ജീവിതത്തിൽ നാവ് കൊണ്ട് പോലും പറയാൻ പാടില്ല. നാവ് കൊണ്ട് പോലും. നിങ്ങൾക്കറിയോ എത്ര വലിയ ഗുരുതരമായ തെറ്റാണ് പറയണത്? ഇസ്ലാമിക കലണ്ടർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹൃദയത്തുനിന്ന് ഇസ്ലാമിക കലണ്ടർ നമ്മളിവിടെ ജനുവരി ഫെബ്രുവരി തുടങ്ങൂലേ? ഇസ്ലാമിക കലണ്ടർ തൂക്കുകയാണെങ്കിൽ 1-ാമത്തെ മാസം മുഹറം. ശരിക്കറിയാം കേട്ടോ, 1-ാമത്തെ മാസം മുഹറം. എന്താ പഠിപ്പിക്കണം അറിയോ? ഇസ്ലാമിക കലണ്ടർ തുറക്കണ ആദ്യത്തെ 1 മുതൽ 10 വരെ ചീത്ത ദിവസമാണ്. ഞാൻ കലണ്ടർ എന്തിനാ പറ്റിയ സുഹൃങ്ങളെ?
ഇസ്ലാമിക ഒരു വർഷത്തിന്റെ തുടക്കത്തിലെ ആദ്യത്തെ 10 ദിവസം മോശമാണെന്ന് പഠിപ്പിച്ചിട്ട് ഈ നാട്ടിലെ സാധുക്കളെ കൊണ്ട് വിശ്വസിപ്പിക്കാണ്. ആ ദിവസങ്ങൾ വരുന്ന തിങ്കളാഴ്ച നോമ്പോ മോശായി, വ്യാഴാഴ്ച നോമ്പോ മോശായി. ആ മാസങ്ങൾ ഇതാ വരുന്നത് 9-10 ദിവസങ്ങൾ മുഹറം, ആശൂറാവും, താസുവാവും മോശപ്പെട്ട ദിവസങ്ങൾ നോമ്പാണ്. ഒരൊറ്റ കുട്ടി പോലും വിശ്വാസപരമായ കാര്യം ചോദിക്കൂല. അറിയോ? ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് വിശ്വാസികളായ നമ്മളോട് ലാ തുഹരിമു അത്വയ്യിബാതി മാ അഹല്ലല്ലാഹ്, അല്ലാഹ് പവിത്രമാക്കിയതും ശുദ്ധമാക്കിയതുമായ കാര്യത്തെ നിങ്ങൾ ഹറാമാക്കരുത്. എന്നിട്ട് അള്ളാന്റെ വാക്ക് വലാ തഅതദൂ, അതിരി കവിഞ്ഞ് അള്ളാന്റെ ദീനില്ലാത്ത കാര്യങ്ങൾ മിണ്ടരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിരി വിട്ട് സംസാരിക്കുന്നവനെ പടച്ചോൻ ഇഷ്ടല്ല. സഹാബാക്കൾ ചോദിച്ചേ നബിനോട്, നബിയെ ഞങ്ങൾ ആ പഴയ വിശ്വാസം ഉണ്ടല്ലോ, ചില ദിവസങ്ങൾ മോശമാണ്, അന്നിങ്ങനെ വേണ്ട എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ച് അങ്ങനെ ആയിപ്പോയി, ഞങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു, തൗബ ചെയ്ത് മടങ്ങി. പക്ഷെ ഞങ്ങൾ കൂടുതൽ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഇതിങ്ങനെ വരുന്നുണ്ട്, ആ ദിവസം മാറ്റി വേറെ ദിവസം ആക്കിക്കൂടെ? അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചാൽ, അങ്ങനെ ഞങ്ങൾ നാവ് കൊണ്ട് പറഞ്ഞാൽ, അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സംസാരത്തിൽ വന്നാൽ റസൂലുള്ളാഹി അതിൻ്റെ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? പ്രവാചകനോട് ചോദിക്കാൻ, മൻ റദ്ദത്തുഹു അത്വീറ മിൻ ഹാജത്തിൻ ഫഖദ് അശ്റക്. പ്രവാചകന്റെ വാക്ക്, അങ്ങനെ ഞങ്ങൾ ആരെങ്കിലും ഭാഗ്യനിർഭാഗ്യങ്ങളുടെ പേരിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യങ്ങളെ ചേർത്ത് വെക്കുകയാണെങ്കിൽ അവൻ കൊടിയ ശിർക്കാണ് ചെയ്തത്. എന്നിട്ട് റസൂൽ പറയൻ, തിരുത്തണം, തൗബ ചെയ്യണം. ഖാലൂ, സഹാബാക്കൾ നബിയോട് വെച്ച്, നബിയെ തൗബ ചെയ്താൽ മാത്രം മതിയോ? യാ റസൂലല്ലാഹ് മാ അൽ കഫാറത്തു ദാലിക്, അതിന് വല്ല കഫാറത്തുണ്ടോ? വല്ല കഫാറത്തുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഉറപ്പിക്കാൻ നബി തൗഹീദ്. നബി പറഞ്ഞു, അല്ലാഹ് പുറത്തു തരണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. അല്ലാഹുമ്മ ലാ ഖൈർ ഇല്ലാ ഖൈറുക്, അല്ലാഹുവേ നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ നീ തരുന്ന ഖൈറല്ലാത്തൊരു ഖൈറും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക്, നീ നൽകുന്ന ഭാഗ്യമല്ലാത്ത മറ്റൊരു ഭാഗ്യവും പടച്ചോനെ എൻ്റെ ജീവിതത്തിലില്ല. വലാ ഇലാഹുൻ ഗൈറുക്, നീയല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്നുകൂടി പ്രാർത്ഥനയിൽ പറയുമ്പോഴേ അതിന് പ്രായശ്ചിത്തമാവുകയുള്ളൂ. ഇത്ര ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ നാട്ടിൽ നിസ്സാരമായി കൊണ്ടെടുക്കുന്ന സഹോദരങ്ങളെ. അതുകൊണ്ട് മുഹറം അല്ലാഹ് പവിത്രമാക്കിയതിനെ ആരെങ്കിലും നാവ് കൊണ്ടോ വാചികമായിട്ടോ രസത്തിനോ ആയത്തൊരു 10 ദിവസം ദുശകുനമാണെന്നോ അതിനെന്തെങ്കിലും ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഉണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റുക. ശിർക്കിലേക്ക് പോകുന്ന വഴിയാണ്, ശിർക്കിലേക്ക് എത്തുന്ന വഴിയാണ്, തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുന്ന വഴിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണർത്തുകയാണ് സഹോദരങ്ങളെ. ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഗൗരവമുള്ളൊരു കാര്യം പറയാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പം ഖുത്ബ കേൾക്കുന്ന പല നല്ലവരായ സഹോദരങ്ങളുടെയും മനസ്സിലുണ്ടാകുന്നൊരു ചിന്ത, ഇതൊരു സംഘടനാപരമായിട്ടോ അല്ലെങ്കിൽ പ്രാസ്ഥാനികപരമായിട്ടോ മഹല്ലുപരമായിട്ടോ പറയുന്നൊരു വിഷയമാണെന്നാണ്. സഹോദരങ്ങളെ, അങ്ങനൊരു സംഗതി ഒരിക്കലും പറയൂല. മറിച്ചത് തൗഹീദും ശിർക്കും ദീനും കുഫറും സ്വർഗവും നരകവും തമ്മിലുള്ള വിഷയമായതുകൊണ്ടാണ് ഇത്ര ഗൗരവത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട്, ഞാൻ വിദ്യാർത്ഥികളെ കൂടി യുവാക്കളെ കൂടി പെൺകുട്ടികളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പറയാൻ, നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവില്ലേ, എങ്ങനെ പിന്നെ അല്ലാഹ് പവിത്രമാക്കിയൊരു മാസത്തിനെ കയറിയിട്ട് ദുശകുനമാക്കാൻ ആർക്കത്ര ധൈര്യം? അതൊരു ന്യായമായ ചോദ്യമാണല്ലോ. പടച്ചോൻ പവിത്രാക്കി, റസൂല പവിത്രാക്കി, നോമ്പൊക്കെ വെച്ച് ഏറ്റവും പവിത്രമാണെന്ന് ആയത്തും ഹദീസിലും പറഞ്ഞൊരു കാര്യത്തെ ആരാ പിന്നെ ഇങ്ങനെ ആക്കിയത്? അതിനിപ്പോൾ ആരാ ധൈര്യം കാണിച്ച്? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളെ നാട്ടിൽ യഥാർത്ഥ ദീനിൽ നമ്മളെ വഴി തെറ്റിക്കണം മുഴുവൻ കാര്യങ്ങളും ആര് കൊണ്ടെന്നോ അതേ ആൾക്കാരതും കൊണ്ടെന്ന്. നമ്മൾ ആരാ കൊണ്ടെന്ന്? ഷിയാക്കൾ കൊണ്ടെന്ന്. എന്താ ഷിയാക്കൾക്ക് ഈ മുഹറമുമായി ബന്ധപ്പെട്ടത്? പ്രവാചകൻ മരിച്ചതിന് ശേഷം 1/2 നൂറ്റാണ്ടിന് ശേഷം കർബല യുദ്ധത്തിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം കർബലയിൽ വെച്ച് മുഹറം 10-നാണ് നടന്നത് എന്നതുകൊണ്ട് ഷിയാക്കൾ വിശ്വസിച്ചു ആ മുഹറം 1 മുതൽ 10 വരെ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ദിവസമാണ്. ഞാനതിൻ്റെ ഒരു ഭാഗം വായിച്ചു തരാം മനസ്സിലാകുന്നതിന് വേണ്ടി. അറഫ നമ്മൾ അറിയണം, മനസ്സിലാക്കണം.
ഷഹ്റു മുഹറം ഇൻദ ശിയ, ഷിയാക്കളുടെ അടുക്കൽ മുഹറം മാസം എന്നുള്ളത് ഷഹ്റുൽ മുൽഹമ വൽ അസാ ബിഖുസൂസിൻ അൽ അയ്യാമുൽ അശറത്തിൽ ഊല, ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ദിവസമാണ്. ബിഖുസൂസിൻ, പ്രത്യേകിച്ച്, അൽ അയ്യാമുൽ അശറത്തിൽ ഊല മിനശ്ശഹർ, മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസം. വദാലിക ബിസബബി ഇസ്തിശ്ഹാദിൽ ഇമാം ഹുസൈൻ, കാരണം ആ ദിവസമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായത് എന്നതാണ് അവർ വിശ്വസിക്കുന്നത്. അവരെന്തു ചെയ്യും? ബിഇർതിദാഇൽ ലിബാസുൽ അസ്വദ്, ഗൾഫിൽ പോയവരും ഉത്തരേന്ത്യയിൽ പോയവർക്ക് ഈ പറഞ്ഞത് ശരിക്കും മനസ്സിലാവും. അവർ അന്നേ ദിവസങ്ങളിൽ കറുത്ത വസ്ത്രമിടും, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ. എന്നിട്ടോ വമുമാറസത്തുൻ മുറാസമഹും അദ്ദീനിയ, എന്നിട്ട് അവർ ഇസ്ലാമികമായിട്ട് സദസ്സ് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കുന്ന ഹൽക്കല്ലേ, അങ്ങനത്തെ ഹൽക്കകളൊക്കെ വെക്കും. ഫതുഖാമു ബജാലിസൽ അസാ ഫിൽ ഹസനിയാത്ത് ഔ ഫി മനാസിൽ, എന്നിട്ട് അവിടെ വെച്ചിട്ട് അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും കുടുംബത്തിൻ്റെയൊക്കെ നമ്മുടെ നാടുകളിൽ ചെല്ലുന്ന പോലെ, മാല ചെല്ലുന്നത് പോലെ അവർ മാല അങ്ങനെ ചെല്ലും, നെഞ്ചത്തടിക്കും. ഇന്നും ഈ മുഹറമിനും നിങ്ങൾ നോക്കിക്കോളൂ, യൂട്യൂബിൽ നോക്കിയാൽ കാണാം, ഇറാനിൽ കാണാം, ഉത്തരേന്ത്യയുടെ ഭാഗത്ത് കാണാം, മൂർച്ചയുള്ള ആയുധങ്ങൾ സ്വന്തം ശരീരത്തിലേക്ക് ചങ്ങലകൾ ഉപയോഗിച്ച് ആഞ്ഞടിച്ച് രക്തം പുറത്തേക്ക് വന്ന് ഏറ്റവും കൂടുതൽ രക്തം പുറത്തേക്ക് വരുന്നവൻ ഭക്തിയുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് ഷിയാക്കൾ. ചോര ഏറ്റവും നെറ്റിയിലടിക്കും, പുറംഭാഗത്തടിക്കും, ആംബുലൻസ് തയ്യാറായിട്ടുണ്ടാകും, ഒറിജിനലായി ശരീരം മുഴുവൻ മുറിവാക്കി ഹുസൈൻ റളിയല്ലാഹുവിനെ കൊന്ന അതിനോട് തൻ്റെ ജീവിതത്തിൽ അതിനോട് താദാത്മ്യം പുലർത്തുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. നിങ്ങൾക്കറിയോ, ആ വെട്ടും കുത്തുന്നാണ് നമ്മുടെ നാട്ടിൽ കുത്തുറാത്തീബ് തുടങ്ങിയത്. നമുക്ക് ആൾക്കാർക്ക് അറിയില്ല. നമ്മുടെ ആൾക്കാർ ധാരണ എന്താ അറിയോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ കുത്തിയതിൻ്റെ ബാക്കി നമ്മൾ കുത്തുന്നതെന്നാണ്. ആ കുത്തുറാത്തീബ് ഷിയാക്കളിൽ നിന്ന് തുടങ്ങി. ഖബർ കെട്ടിപ്പൊന്തിച്ചത് ഷിയാക്കൾ തുടങ്ങിയ പോലെ തുടങ്ങി. അന്ന് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മാല പാടുകയാണ്, അതേ മാല നാട്ടിൽ പോയ നമ്മുടെ ഭാഷയിലും അറബി ഭാഷയിലും നമ്മളെ നാട്ടിൽ കൊണ്ടുവന്ന് ഷിയാക്കൾ എന്ത് ചെയ്യണോ അതതുപോലെ കൊണ്ടുവരിക. സഹോദരങ്ങളെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, നല്ലവരായ പെൺകുട്ടികളെ, വിവാഹം കഴിഞ്ഞ് നമ്മുടെ മഹലിലേക്ക് വന്നവരായ കുടുംബിനികളെ നമ്മൾ അറിയുക, നമ്മൾ അള്ളാഹുവിനും പ്രവാചകനും വിശ്വസിക്കുന്നവരാണ്. ഒരിക്കൽ പോലും ശിർക്കിൻ്റെ കണിക കഴുത്തിൽ നിന്ന് ജീവൻ പോയാലും ശിർക്കുമായിട്ട് ഒരു കോംപ്രമൈസിനും റെഡില്ല എന്ന് പറയുന്നവരാണ്. അത് കോംപ്രമൈസ് ചെയ്താൽ പിന്നെ ജീവിക്കുന്ന അർത്ഥമല്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പരിപൂർണമായി ഇത്തരം വിശ്വാസങ്ങൾ, അള്ളയും റസൂലും പഠിപ്പിക്കാത്ത ഷിയാ വിശ്വാസങ്ങൾ, ജൂതൻ പടച്ചുവിട്ട ഷിയാ വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകരുത് എന്ന് ധീരമായി തീരുമാനിക്കുക. മുഹറം 9, 10 ദിവസങ്ങളിലെ നോമ്പുകൾ കഴിവിൻ്റെ പരമാവധി എല്ലാവരും എടുക്കുവാനുള്ള നീയത്തുമുണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും ഖുറാഫാത്തിൽ നിന്നും മോചിതനായി ശുദ്ധ തൗഹീദിൻ്റെ ഉടമകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളെ പ്രയാസഘട്ടങ്ങളിൽ സഹായിച്ചവർ എല്ലാവർക്കും നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഗൾഫ് നാടുകളിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ സമാധാനമുള്ള ജീവിതം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവേ, കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കോ ബിദ്അത്തോ ഖുറാഫാത്തോ ഇല്ലാത്ത ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ മിനൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ.